ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണസമിതിയിൽ കയറിപ്പറ്റുന്നതടക്കം തുടങ്ങുകയാണ് ആദ്യത്തെ കുതന്ത്രം മെനയൽ. അവിടെ ഭരണസമിതി ഏതു വിധേനയും പിടിച്ചെടുക്കുക. നമ്മൾ ചേവായൂറും തുമ്പമണിലുമൊക്കെ കണ്ടതാണ് CPM ഭരണസമിതി അംഗങ്ങൾ ഏതു രീതിയിലാണ് ഭരണനിർവഹണ സമിതിയിലേക്ക് കയറി പറ്റിയത് എന്നൊക്കെയുള്ളത്. അതിനുശേഷമാണ് പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള ഇവരുടെ നീക്കം. അനധികൃത വായ്പ എടുക്കുന്നതിൽ തുടങ്ങുന്നു. അനധികൃത വായ്പ താല്പര്യക്കാർക്ക് മുഴുവൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഈടിൻ്റെ വില നിലവാരം ഇതൊന്നും കണക്കാക്കാതെയുള്ള വായ്പ നൽകുന്നു. അതിനുശേഷമാണ് ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആരെയൊക്കെ ജോലിക്ക് എടുക്കണമോ അവരെയൊക്കെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് കാശ് വാങ്ങി തന്നെ ജോലിക്ക് സ്വീകരിക്കുന്നു. പിന്നീട് ഇവർക്ക് കൊടുക്കാനുള്ള ശമ്പളമില്ലാതെ വലയുന്നു. ഇങ്ങനെ സർവത്ര അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ആരാണൊരു പുനർവിചിന്തനം നടത്തുക, അല്ലെങ്കിൽ ആരാണ് ഇതിനൊരു മാറ്റിമറിച്ചിൽ ഉണ്ടാകണമെന്ന് ചിന്തിക്കുക? കാരണം ഭരണത്തണലിൽ തന്നെയാണല്ലോ ഈ അഴിമതി മുഴുവൻ നടക്കുന്നത്. പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. മുഖപണ്ടം സ്വർണമാണെന്നാക്കി ഭരണസമിതി അറിഞ്ഞുകൊണ്ട് തന്നെ മുക്കുവട്ടം കൊണ്ടുവന്ന് സ്വർണ്ണമാക്കി വെച്ച് ലോൺ കൊടുത്ത സഹകരണ സംഘങ്ങളും ഉണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമുക്കറിയാം, ഗവൺമെന്റ് കേരളത്തിൽ മാറി മാറി വരും. ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ഓരോ കാര്യങ്ങളും എല്ലാ സ്ഥാപനങ്ങളെ പോലെ ആഡിറ്റ് ചെയ്യപ്പെടും. അതിന് ആഡിറ്റർമാർ നിയമിക്കും. ഈ ആഡിറ്റർമാർ വരുമ്പോൾ അവർ രാഷ്ട്രീയ സമ്മർദ്ദത്തിനോ ഭരണാധികാരികളുടെ സമ്മർദ്ദത്തിനോ വിധേയമാകും. അവർ കൃത്യമായിട്ട് ഈ വരവ് ചെലവ് കണക്കുകൾ പഠിക്കാതെ ആഡിറ്റ് ചെയ്തിട്ട് പോകുന്നു. അവരുടെ കുഴപ്പമല്ല, അവർക്ക് ചില സമ്മർദ്ദങ്ങൾ വരും. ആ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി അവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നാമതായിട്ട് ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ആഡിറ്റ് വ്യവസ്ഥ ആര് ഭരിക്കുന്നു അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ആഡിറ്റ് വ്യവസ്ഥയായിട്ട് പോകുന്നു. അപ്പോൾ തിരിച്ചൊരു ചോദ്യം വരാം, LDF ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലെ ആഡിറ്റ് കൃത്യമായിക്കൂടെ എന്നൊരു തിരിച്ചൊരു ചോദ്യം വരാം. അവിടെയും സംഭവിക്കുന്നില്ല. അവിടെയും ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികളോ ആഡിറ്റർമാരുമായിട്ട് ചേർന്ന് അവരെ അറിഞ്ഞോ അറിയാതെ അതിന് കൂട്ടുവന്നു പോയി. ഇതൊന്ന്. മറ്റൊന്ന്, ഇവിടെ പാർശ്വവർത്തികൾക്ക് ലോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഒരു നോട്ടീസ് ഇറങ്ങിയിരുന്നു ഒരിക്കൽ. ജീവിതത്തിൽ വള്ളവും വലവും കണ്ടിട്ടില്ലാത്ത ഒരു കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന വനിതാ നേതാവിന് 10 ലക്ഷം രൂപയാണ് ഒരു സഹകരണ ബാങ്കിന് കൊടുത്തത്. അതിന് 30% സബ്സിഡിയാ. 7 ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി. വള്ളവും വലയും എന്നാണ്. കാര്യം ഇവിടെ കായലോര പ്രദേശങ്ങളുള്ളതുകൊണ്ട് വള്ളവും വലയും കൊടുത്ത ഒരു കോൺഗ്രസിന്റെ ബാങ്കാണ്. അപ്പൊ അദ്ദേഹം LDF എന്ന് പറഞ്ഞതുകൊണ്ട് ആ നോട്ടീസ് ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 30% സബ്സിഡിയാണ്. അപ്പൊ ഈ രീതിയിൽ പാർശ്വവർത്തികൾക്ക് രണ്ടു കൂട്ടരും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ പലിശ ഇല്ലാതെ കൊടുക്കുന്നുണ്ട്. പലിശ രഹിത ലോണുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളവർക്കാണ് കൊടുക്കുക. എന്തിന്? ചില കാർഷിക ബാങ്കുകൾ ഇതൊന്നുമല്ല. വിത്ത്, വാഴ, വളം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് കിട്ടുന്ന ആർക്കാ? ആ സൊസൈറ്റിയിലെ അംഗങ്ങളോ അവരുടെ സുഹൃത്തുക്കൾക്കോ മാത്രമാണ്. ഈ കാർഷിക സഹകരണ സംഘങ്ങളുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന തെങ്ങിന്റെ വിത്തുകളുണ്ട്, വാഴയുടെ വിത്തുകളുണ്ട്, അങ്ങനെ പലതും കൊടുക്കുന്നു. വളം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവർ കുറച്ചുപേരെ വിധിച്ചെടുക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ എന്താണോ സഹകരണ സംഘം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് അതിന്റെ ഫലം എത്തുന്നില്ല. നേരത്തെ യുവരാജ് പോലും പറഞ്ഞതുപോലെ ഇതിലുള്ള ജനം അറിയാതെ പോകുന്ന ഒരു കാര്യം, പലരും പെൻഷൻ പറ്റുമ്പോൾ പണം കൊണ്ടുവന്ന് സഹകരണ ബാങ്ക് നിക്ഷേപിക്കും 40-50 ലക്ഷം രൂപ. ഇവർ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കും സഹകരണ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം 1%, 1.5%. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം 1000 രൂപ അധികം കിട്ടും. ഇത് മോഹിച്ചാണ് പലരും ചെയ്യുന്നത്. അതാണ് അബദ്ധത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ എന്നെ കേൾക്കുന്നവർ, ഞാൻ ഇടതുപക്ഷ പ്രവർത്തകരാണെങ്കിൽ പോലും പരമാവധി ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. കാര്യം എപ്പോഴും അപകടങ്ങൾ സംഭവിക്കാതെ, ഇടതുപക്ഷമായാലും അത് UDF ഭരിക്കുന്നതായാലും BJP ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലുണ്ട്. നമുക്കറിയാം, MS കുമാർ പ്രസിഡന്റ് തിരുവനന്തപുരം ബാങ്കിലുണ്ട ഇഷ്യൂകൾ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പിന്നെ ഇവിടെ നേരത്തെ ഒരു ചർച്ചയുടെ കാര്യം പറഞ്ഞു. ആ സാബു മരിക്കുന്ന ദിവസം News 24 ചാനലിൽ ആ സ്ത്രീ, ഞാൻ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അവർ പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെ കൃത്യമായിട്ട് അവർക്ക് പൈസ തിരികെ നൽകുന്നുണ്ടായിരുന്നു. 85 ലക്ഷം രൂപയും 12 ലക്ഷം രൂപ കഴിച്ചുള്ള തുക കൊടുത്തു. കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് അവർക്ക് ഈ പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ കൃത്യമായിട്ട് പണം നൽകാതെ ഇരുന്നത്. അപ്പോൾ ഈ ഒരു വർഷമായിട്ടാണ് ഈ ബാങ്കിന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിട്ടുള്ളത്. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം ഇത് തന്നെയാണ്. കാരണം അവർക്ക് ലോൺ വഴി, അവർക്ക് നിക്ഷേപവും ലോണും തമ്മിലുള്ള അന്തരം, അതിൽ കിട്ടുന്ന പലിശയിലുള്ള വ്യത്യാസം, ആ പലിശ മാത്രമാണ് ബാങ്കിനെ സംബന്ധിച്ച് എടുത്ത് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മുകളിലേക്ക് ചെലവ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? നിക്ഷേപ തുകയെടുത്ത് വക മാറ്റി ചെലവഴിക്കും. ശ്രീ സേനാപതി വേണു പറഞ്ഞു ശരിയാണ്. അവർ കൊണ്ട് റിസോർട്ട് പണിയുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ശക്തമായ ഒരു ആഡിറ്റിംഗ് സംവിധാനം, അത് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഗവൺമെന്റ് ചെയ്യാതെ പോകുന്നത് എന്താ? അവരുടെ പാർട്ടികൾ ഭരിക്കുന്ന ബാങ്കുകൾ വരുമ്പോൾ പലപ്പോഴും കണ്ണടച്ചു പോകുന്നു. ആ സിസ്റ്റം മാറ്റിയെടുക്കണം.
സഹകരണ മേഖല നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് പോലെയല്ല. നാഷണലൈസ്ഡ് ബാങ്ക് നമ്മുടെ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. ആൾക്കാർ സഹകരണ മേഖലയെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാ? എന്തെങ്കിലും ഒരു രേഖയായിട്ട് എന്താണ് ഉടനെ 10,000 25,000 രൂപ ഉടനെ കൊടുക്കും. നാഷണലൈസ്ഡ് ബാങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ വസ്തുവിന്റെ വില 5 ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് 10 ലക്ഷമോ 15 ലക്ഷമോ ലോൺ കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ സമ്പ്രദായങ്ങൾ പല സഹകരണ മേഖലയിലും അനിശ്ചിതാവസ്ഥയിലേക്ക് പോകുന്നു. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികൾക്കെതിരെ കേസെടുക്കുന്നുണ്ട്. അതെ, ഈ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുമ്പോഴും ഈ അനധികൃത വായ്പ എടുക്കുന്നത് മുഴുവൻ ഇത്തരത്തിൽ രാഷ്ട്രീയമായി താല്പര്യമുള്ളവർക്കാണ്. അല്ലാതെ 5 ലക്ഷത്തിന്റെ ഈട് നൽകിക്കൊണ്ട് അവിടെ 50 ലക്ഷത്തിന്റെ വായ്പ നൽകുന്നതൊന്നും സാധാരണക്കാരായ കർഷകർക്കോ വീട്ടമ്മമാർക്കോ പ്രാദേശിക ചെറുകിട വ്യാപാരികൾക്കോ ഒന്നുമല്ല. അതൊക്കെ CPM-ന്റെ ഭരണത്തണലിലുള്ള പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ അമ്മമാർക്കും ഭാര്യമാർക്കും ഒക്കെയായി ഇതിങ്ങനെ വീതം വെച്ച് പോവുകയാണ്. അല്ല, CPM എന്ന് പറയുന്നത് അതിന് ഉദാഹരണം ഞാൻ ഇപ്പൊ പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു വനിതാണ്. പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്നല്ല, 100 കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എല്ലാവരും അവരുടെ പാർശ്വവർത്തികൾക്ക് ഇഷ്ടം പോലെ അത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞ തുകയ്ക്ക് 30% സബ്സിഡിയാണ്. 10 ലക്ഷത്തിന് 7 ലക്ഷം അടച്ചാൽ ആ 7 ലക്ഷത്തിന് 6% പലിശയുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പാർശ്വവർത്തികൾ കൊടുക്കുന്നു. അത് ഇന്നാർക്കതൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും ഇത് ചെയ്യുന്നുണ്ട്. അതിന് LDF-ന് മാത്രമായിട്ട് വെച്ച് കെട്ടണ്ട. ഇത് UDF-ഉം മറ്റെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിക്കണം. കൃത്യമായ ആഡിറ്റിംഗ് സംവിധാനം ഉണ്ടാകണം. വരവ് ചെലവ് കണക്കുകൾ കൃത്യപ്പെട്ട ഇന്റേണൽ ആഡിറ്റ് മാത്രം പോരാ, എക്സ്റ്റേണൽ ആഡിറ്റോ അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് ആഡിറ്റോ ഇങ്ങനെയുള്ള ആഡിറ്റുകൾ വന്ന് കൃത്യമായിട്ട് ഇത് കണ്ടുപിടിച്ചാൽ ഇത് വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ആ അസ്ഥിരത അല്ലെങ്കിൽ ആ കെടുകാര്യസ്ഥതയാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നത്. അത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഓരോന്നും സംഭവിക്കാൻ പറയുന്നത് ഒറ്റപ്പെട്ടല്ല, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ സംഭവിക്കരുത്. സംഭവിക്കാതെ നല്ല രീതിയിൽ പോകുന്നതിനോട്ടുള്ള പ്രവർത്തനങ്ങൾ ആരായാലും അതിന് മുൻകൈ എടുത്ത് വേണം പോകാൻ.